ടോപ്പിക്കാണ് മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ്. എന്താ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താ? കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാ. അവരിലുള്ള റിഫ്ലക്ഷൻ പവറുള്ള നാനോ പാർട്ടിക്കിൾസ്. ഓക്കെ ഓക്കെ അപ്പൊ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ നാനോ പാർട്ടിക്കിൾസ് എന്ത് ബിഹേവിയർ ആയിരിക്കും കാണിക്കുക? മെയിൻ ആയിട്ട് മാഗ്നറ്റിക് ബിഹേവിയർ. ഓക്കെ, മാഗ്നറ്റിക് ബിഹേവിയർ ആയിരിക്കും ഇവർ കാണിക്കുന്നത്. അവരെങ്ങനെയാ കാണിക്കുക മാഗ്നറ്റിക് ബിഹേവിയർ? നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ അവർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കും, ആ നാനോ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കിൾസിന് രണ്ട് സെക്ഷൻസ് ഉണ്ട്. അതായത് ഒരു കോർ പാർട്ടിക്കിൾ, ഇവിടെ ഫിഗറിനകത്ത് കാണുന്നില്ല, ഒരു കോർ മെറ്റീരിയൽ ഉണ്ടാവും, അതിനൊരു ഔട്ടർ സർഫസ് ഉണ്ടാവും. അപ്പൊ അകത്തെ കോർ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അത് ഒന്നെങ്കിൽ അയൺ, നിക്കൽ, കൊബാൾട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള മെറ്റീരിയൽസ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കെമിക്കൽ കോമ്പണൻസും കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അവരുടെ മെയിൻ ആയിട്ട് അതിന്റെ ഒരു സൈസ് റേഞ്ച് വരുന്നത് ബിറ്റ്വീൻ 5 to 500 നാനോമീറ്റർ റേഞ്ചിലായിരിക്കും വരുന്നത്, വിച്ച് ഇസ് ഓൾസോ സിമിലർ ടു, അതായത് വൈറസിന്റെ ഒക്കെ ഏകദേശം സൈസുകൾ ആ റേഞ്ചിൽ വരും. വൈറസും പ്രോട്ടീൻസ് അതിന്റെ ഒക്കെ ഏകദേശം ഒരു നാനോ പാർട്ടിക്കിൾ റേഞ്ച് അത്രയൊക്കെ തന്നെ വരും. ഓക്കെ, അപ്പോ പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് എവിടെയാ? അവർ കോൺട്രാസ്റ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഈ MRI ഇമേജസ് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ പറയുന്നല്ലേ, MRI സ്കാനിങ് ഇമേജ്, അതിനകത്ത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. പിന്നെ വരുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓരോ മാഗ്നറ്റിക് ബിഹേവിയർ ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോ ഈ അതിനകത്ത് കാണിക്കുന്ന 4 പ്രോപ്പർട്ടീസ്, അതായത് 4 മാഗ്നറ്റിക് ബിഹേവിയർ ആണിത്. സൂപ്പർ പാരാമാഗ്നറ്റിക്, ഫെറി മാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക്. അപ്പൊ ഇങ്ങനെ 4 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസുകളാണ് ഈ നാനോ പാർട്ടിക്കിൾസ് കാണിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യത്തേത് സൂപ്പർ പാരാമാഗ്നറ്റിക് ആണെങ്കിൽ അവര് നമ്മള് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കും. പക്ഷേ എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എങ്കിൽ അവരവിടെ മാഗ്നറ്റിസം കാണിക്കില്ല. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുക? അവര് ഭയങ്കര സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആയിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ ആ ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ആ മാഗ്നറ്റിസം അവിടെ ലൂസ് ആകും. അതാണ് ആക്ച്വലി സൂപ്പർ പാരാമാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് ആണ്. പക്ഷെ ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് ദീസ് എക്സിബിറ്റ് മാഗ്നറ്റിക് ബിഹേവിയർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫീൽഡ് ബട്ട് ബിക്കം മാഗ്നറ്റിക്കലി ഓർഡേർഡ് അണ്ടർ ആൻ അപ്ലൈഡ് ഫീൽഡ്. അതായത് ഇതിനകത്ത് ഒരു എനിക്ക് തോന്നുന്നു ചെറിയ കറക്ഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോ അശ്വിനെ ഈ പോയിന്റ് ഒന്ന് മിസ്സിനോടൊന്ന് ചോദിക്കണം കേട്ടോ. അതായത് ആക്ച്വലി സൂപ്പർ പാരാമാഗ്നറ്റിക് ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴും കണ്ടത് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ മാഗ്നറ്റിസം കാണിക്കും കേട്ടോ. നമ്മളിപ്പോ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഒരു നാനോ പാർട്ടിക്കിൾ മെറ്റീരിയലിന് കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുമ്പോഴാണ് അവർ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടി ആ പാർട്ടിക്കിളിൽ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പ്രോപ്പർട്ടി കാണിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഈ ടെക്സ്റ്റിനകത്ത് അവരെനിക്ക് തോന്നുന്നു ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞേക്കുന്നേ, അവര് ഇപ്പൊ മാഗ്നറ്റിക്കലി ഓർഡേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ മാഗ്നറ്റിക് ഇതായിട്ട് കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും എന്നുള്ള രീതിയിലാണ് തോന്നുന്നു അവർ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഈ എക്സ്റ്റേണൽ ഫീൽഡിന്റെ ആബ്സെൻസിൽ മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത് മേ ബി ഒരു സ്മോൾ എമൗണ്ട് എന്നുള്ള രീതിയിലായിരിക്കാം കേട്ടോ.
അപ്പൊ അത് ജസ്റ്റ് മിസ്സിനോട് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക, എന്താണ് മിസ് സൂപ്പർ പാരാമാഗ്നറ്റിക് കാണിക്കാൻ ഇത് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്ക്. ലൈക്ക് അശ്വിൻ ഇങ്ങനെ നോക്കിയപ്പോ എന്താ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ അവർ മാഗ്നറ്റിസം കാണിക്കത്തില്ല എന്നാണ് ഇട്ടേക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞതെന്ന് ചോദിക്കണം കേട്ടോ. ബിക്കോസ് എനിക്കത് വായിച്ചപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ വന്നത് എന്താ അങ്ങനെ ഉദ്ദേശിച്ചെന്നുള്ളത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്ക്. അപ്പോ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ്. പാരാമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ദേ ആർ ആക്ച്വലി വീക്ക്ലി അട്രാക്റ്റഡ് ടു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ അത് അധികം ആ ഒരു മാഗ്നറ്റിക് ഫീൽഡായിട്ട് കൂടുതൽ അട്രാക്ഷന് പോകത്തില്ല. ഓക്കെ, ആ ഒരു അവരുടെ മാഗ്നറ്റിസം എന്ന് പറയുന്നത് കുറച്ചും കൂടെ വീക്കർ ആയിരിക്കും വെൻ ഇറ്റ് ഇസ് കമ്പയർഡ് ടു ഫെറോ മാഗ്നറ്റിക് അല്ലെങ്കിൽ ഫെറി മാഗ്നറ്റിക്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എന്ത് പറ്റി ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെ? ഓക്കെ, ഓക്കെ, അപ്പൊ അതാണ് ഈ പാരാമാഗ്നറ്റിക്കിന്റെ പ്രോപ്പർട്ടി. അടുത്തത് വരുന്നത് ഫെറി മാഗ്നറ്റിക്. ഇവരെന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സിമിലർ ടു ഫെറോ മാഗ്നറ്റിസം ആയിരിക്കും വരുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മാഗ്നറ്റിക് മൊമെന്റ്സ് ഓഫ് ദി ആറ്റംസ് ദേ ആർ അലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആയിരിക്കും അലൈൻ ചെയ്തേക്കുന്നത്. അറേഞ്ച് ചെയ്തേക്കുന്ന അലൈൻ ചെയ്ത് ഏകദേശം ഒരു എന്താ സെയിം അലൈൻമെന്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. പക്ഷേങ്കിൽ അവര് മൊത്തത്തിൽ ക്യാൻസൽ ഔട്ട് ചെയ്യില്ല, ഗിവിങ് എ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇതിനകത്ത് ഈ ഓപ്പോസിറ്റ് സ്പിൻസ് എന്ന് പറയില്ലേ നമ്മള്, അതുപോലെയാണ് ഈ ഫെറി മാഗ്നറ്റിക്കിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് അവര് ലൈക്ക് ഓൾമോസ്റ്റ് ഈ ഫെറി മാഗ്നറ്റിക്കും ഫെറോ മാഗ്നറ്റിക്കും സെയിം ബിഹേവിയർ തന്നെയായിരിക്കും കാണിക്കുന്നത്. പക്ഷെ ഇവർക്ക് ദേ ഹാവ് ഒരു മാഗ്നറ്റിക് ഓർഡർ ദാറ്റ് ഇസ് സിമിലർ ടു ഫെറോ മാഗ്നറ്റിസം. പക്ഷേങ്കിൽ ഒപ്പോസിങ് മാഗ്നറ്റിക് മൊമെന്റ്സ് ആയിരിക്കും വരുന്നത് ഇൻ ഡിഫറെന്റ് സബ് ലാറ്റിസസ്. അതായത് ഓരോ ലെവൽസ് ഉണ്ടാവും. ഓരോ ഇപ്പൊ നമ്മൾ എനർജി ലെവൽസ് എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ അതാണ് ഇവിടെ പറയുന്നത് ഡിഫറെന്റ് സബ് ലാറ്റിസസ് എന്ന്. ഏതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാഗ്നറ്റിക് മൊമെന്റ്സിന് വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഓരോ അവർക്ക് ഇപ്പൊ നമ്മൾ അറിയത്തില്ലേ ഇലക്ട്രോൺസ് വന്ന് ഫോൾ ചെയ്തു, വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ എന്ന് പറയുന്നില്ല അവർക്ക് ഓരോ ലാറ്റിസ് ഉണ്ട്. അപ്പൊ ഓരോ ലാറ്റിസിലും അവർക്ക് പല മാഗ്നറ്റിക് മൊമെന്റ്സ് ആയിരിക്കും ഈ ഫെറി മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനുള്ളത്. ഇപ്പൊ ഫെറോ മാഗ്നറ്റിക് എടുക്കുകയാണെങ്കിൽ അവർക്ക് എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ലെങ്കിലും അവർക്ക് മാഗ്നറ്റൈസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും അവര് സ്ട്രോങ്ലി മാഗ്നറ്റിക് ആയിരിക്കും ആൻഡ് ദേ ക്യാൻ റീറ്റെയിൻ ദെയർ മാഗ്നറ്റിസം ഈവൻ വിത്തൗട്ട് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കാതെയും അവർക്ക് ആ ഒരു മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ അവർക്ക് പെർമനന്റ് ആയിട്ട് മാഗ്നറ്റൈസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഈ ഫെറോ മാഗ്നറ്റിക്കിന് ബാക്കി മൂന്നെണ്ണത്തിനെ അപേക്ഷിച്ച് ബാക്കി മൂന്നെണ്ണത്തിന് എന്താ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇപ്പൊ പാരാമാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾ ആണെങ്കിൽ അവർക്ക് അധികം ആ എക്സ്റ്റേണൽ ഫീൽഡ് വേണ്ട, മീൻസ് അധികം അവർ അങ്ങോട്ട് അട്രാക്ഷന് പോകുന്നില്ല. പക്ഷെ സൂപ്പർ പാരാമാഗ്നറ്റിക് ആകുമ്പോഴത്തേക്ക് എന്താ നമ്മൾ ആ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിന് പ്രോപ്പർട്ടി കാണിക്കും, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. നമ്മൾ ആ പ്രോപ്പർട്ടി ഇപ്പൊ ഞാനത് ഓഫ് ചെയ്യുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് കാണിക്കത്തില്ല. ഫെറി മാഗ്നറ്റ് ആണെങ്കിൽ അവർ ഓൾമോസ്റ്റ് ഫെറോ മാഗ്നറ്റ് പോലെ തന്നെയാണ്, പക്ഷേങ്കിൽ വ്യത്യാസം വരുന്നത് അവരുടെ മാഗ്നറ്റിക് മൊമെന്റ്സിന് വ്യത്യാസം വരും.
ഓക്കെ അപ്പൊ ഇത് നമ്മൾ ഈ 4 പ്രോപ്പർട്ടീസ് മെൻഷൻ ചെയ്യുമ്പോൾ ഈ സെയിം സെന്റൻസ് തന്നെ എഴുതണം. ഓക്കെ ഓക്കെ. അപ്പൊ ഫെറോ മാഗ്നറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, അവര് പെർമനന്റ്ലി മാഗ്നറ്റൈസ്ഡ് ആയിരിക്കും. നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് അത് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ അപ്പൊ അതുകൊണ്ട് അവർ പെർമനന്റ്ലി മാഗ്നറ്റൈസ്ഡ് ആയിരിക്കും. ഇതാണ് ഇവരുടെ 4 ഈ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസിന്റെ 4 മാഗ്നറ്റിക് ബിഹേവിയേഴ്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ അടുത്തത് വരുന്നത് ഇവരുടെ എന്താ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോ പ്രോപ്പർട്ടീസ് ആൾക്കാരെ പ്രോപ്പർട്ടീസ് അല്ല, ഈ മാഗ്നറ്റിക് കോമൺ ആയിട്ടുള്ള മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന പ്രോപ്പർട്ടികൾ എന്തൊക്കെയാ? മാഗ്നറ്റിസം ഉണ്ട്, മാഗ്നെറ്റോ കാലോറിക് ഇഫക്റ്റ് ഉണ്ട്. മാഗ്നറ്റിസം നമ്മൾ നേരത്തെ സെയിം പറഞ്ഞ സാധനം തന്നെ, അതായത് നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് നാനോ പാർട്ടിക്കിളിന് എന്ത് വരുന്നത്, മാഗ്നറ്റിസം കാണിക്കുന്നത്. അപ്പോ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് അവരെന്താ സൂപ്പർ പാരാമാഗ്നറ്റിസം കാണിക്കും. അപ്പോൾ റീറ്റെയിനിങ് ദെയർ മാഗ്നറ്റൈസേഷൻ ഈവൻ ആഫ്റ്റർ ദ എക്സ്റ്റേണൽ ഫീൽഡ് ഇസ് റിമൂവ്. അപ്പോൾ ഈ ഒരു മെത്തേഡ്, അതായത് ഈ ഒരു മാഗ്നറ്റിസം പ്രോപ്പർട്ടി യൂസ്ഫുൾ ആകുന്നത് ഈ ഡ്രഗ് ഡെലിവറി പേർപ്പസസിനും തെറാപ്പി പേർപ്പസസിനും ഒക്കെയാണ് ഇവിടെ യൂസ്ഫുൾ ആകുന്നത്. അടുത്തത് വരുന്നത് മാഗ്നെറ്റോ കാലോറിക് ഇഫക്റ്റ്. മാഗ്നെറ്റോ കാലോറിക് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചില മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചൂടാകും, നല്ലപോലെ ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അത് ഹീറ്റ് ഒക്കെ ഡൗൺ ആയി ഓൾമോസ്റ്റ് കൂൾ ആവും. അപ്പൊ ആ ഒരു ഇതിനെയാണ് നമ്മൾ, ആ ഒരു പ്രോപ്പർട്ടി അല്ല ആ ഒരു ഫിനോമിനയാണ് നമ്മൾ മാഗ്നെറ്റോ കാലോറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ അതിനകത്ത് പറയുന്നത് ഈ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് ഈ ബൾക്കിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആണ്. അതായത് ബൾക്ക് മെറ്റീരിയൽസിനെക്കാട്ടിലും നാനോ മെറ്റീരിയൽസ് കുറച്ചും കൂടെ നല്ലത്. അത് എന്തുകൊണ്ടായിരുന്നു, നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ പറയുന്ന ചില റീസൺസ് ഉണ്ട്. അതായത് അവർക്ക് സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട്, പിന്നെ ഇതിനകത്ത് പറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഈ ഒരു മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സൂപ്പർ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുന്നത്. അപ്പൊ ഈ 2 റീസൺസ് ഉള്ളത് കൊണ്ട് എന്താ ബൾക്കിനെക്കാട്ടിലും നല്ലത് മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് ആയിരിക്കും വരുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ഹൈപ്പർതേർമിയ, അതായത് ഈ ഹൈപ്പർതേർമിയ എന്താ പറയാ ഈ തെറാപ്പി, ഹൈപ്പർതേർമിയ തെറാപ്പീസിനൊക്കെ ആക്ച്വലി ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. അതായത് എഫക്റ്റീവ് ഇൻ ദ സെൻസ് ഈ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ ഈ ഹീറ്റ് കൊടുത്ത് നമ്മൾ സെൽസിനെ കില്ല് ചെയ്യും. അതായത് ഈ ക്യാൻസർ സെൽസ് ഒക്കെ നമ്മൾ കേട്ടില്ലേ, ഈ കീമോ ചെയ്യാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ കീമോ ചെയ്യുന്ന വെച്ചാല്, കീമോ എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിനകത്ത് ഈ ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതാ. എനിക്കൊന്ന് കൂടുതൽ ഹീറ്റ് ടെമ്പറേച്ചർ കൊടുത്തിട്ട് അങ്ങനെ ഒരു എന്തോ പ്രൊസീജിയർ ആണല്ലോ അത്. അപ്പൊ ആ സംഭവമാണ് ആക്ച്വലി ഈ ഹൈപ്പർതേർമിയ എന്ന് പറയുന്നത്. ഹൈപ്പർതേർമിയ എന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് യൂസ് ചെയ്തിട്ട് ക്യാൻസർ സെൽസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാംഫുൾ സെൽസിനെയൊക്കെ നമ്മൾ കൊല്ലുന്നതാണ് ഈ ഹൈപ്പർതേർമിയ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഹെൽത്തി സെൽസിനെ ഒന്നും അവിടെ അഫക്റ്റ് ചെയ്തില്ല, ജസ്റ്റ് ക്യാൻസർ സെൽസിനെ മാത്രമേ അത് അഫക്റ്റ് ചെയ്യുള്ളൂ. പിന്നെ അതിന്റെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സൈസ് ഡിപ്പെൻഡന്റ് ബിഹേവിയർ. അത് നമുക്കറിയാം, നാനോ പാർട്ടിക്കിൾ ചെറുതാവുമ്പോഴത്തേക്ക് എന്താ പറ്റുക, കൂടുതൽ സർഫസ് ഏരിയ കാണും. അതായത് ലാർജ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് എപ്പോഴും കൂടുതലായിരിക്കും. ഇപ്പൊ കൂടുതലാകുമ്പോൾ എന്താ പറ്റുക, അവിടെ സർഫസിൽ കൂടുതൽ റിയാക്ഷൻസ് നടക്കും. അതായത് കാറ്റലിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഈ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നത് തേർമൽ ബിഹേവിയർ. തേർമൽ ബിഹേവിയർ എന്ന് പറയുന്നത് തേർമൽ എന്ന് പറയുമ്പോൾ എന്താ, ഹീറ്റ് ആണ് ആക്ച്വലി വരുന്നത്. അപ്പൊ അതായത് ഹൈ മാഗ്നറ്റിക് ഹീറ്റിംഗ് എഫിഷ്യൻസി
അവർ കാണിക്കും എന്ത് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ അവര് ഈ ഹൈ മാഗ്നറ്റിക് എഫിഷ്യൻസി ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹൈപ്പർതേർമിയ തെറാപ്പിയിൽ അത് യൂസ്ഫുൾ ആയിരിക്കും വരുന്നത്. അതാണ് തേർമൽ ബിഹേവിയറിനകത്ത് പറയുന്നത്. നോട്ട് ഞാനത് ഷോർട്ട് ആക്കിയേ തരത്തുള്ളൂ കേട്ടോ, കാരണം ബിക്കോസ് ഓൾറെഡി ടെക്സ്റ്റിനകത്ത് ഇപ്പൊ ഷോർട്ട് ആക്കിയിട്ടാ കൊടുത്തേക്കുന്നേ. കണ്ടോ, ഇപ്പൊ ഈ പോയിന്റ്സിലൊക്കെ ആണെങ്കിലും ഇതോ ഈ കലോറിക് ഇഫക്റ്റോ? ഓക്കെ, വലിയ പാരഗ്രാഫ് ആയിട്ടുള്ളതൊക്കെ ഞാൻ ഷോർട്ട് ആക്കി തരാം. പക്ഷെ ഇതിപ്പോ കണ്ടോ, എന്ന് വെച്ചാൽ ഇപ്പൊ ഈ മാഗ്നറ്റിക് കലോറിക് ഇഫക്റ്റ് എന്താ, അതിന്റെ ഡെഫിനിഷൻ ആണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എനിക്ക് ഷോർട്ട് ആക്കാൻ ഒന്നും പറ്റില്ല, ഇത് അതുപോലെ നമ്മൾ എഴുതേണ്ട സാധനം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് എല്ലാ ഓരോ നാനോ പാർട്ടിക്കിൾ നമ്മൾ എടുക്കുമ്പോൾ അതിന് അവർക്ക് സെപ്പറേറ്റ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആപ്ലിക്കേഷൻസ് നമ്മളിപ്പോൾ എല്ലാം വായിക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നമുക്ക് തോന്നും. കാരണം ഇപ്പൊ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നാനോന്റെ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ആദ്യമേ വരുന്നത് ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസാണ്. എല്ലാം വരുന്നത് മെഡിക്കൽ ആപ്ലിക്കേഷൻസ്, ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി, അത് എപ്പോഴും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ നാനോ പാർട്ടിക്കിളിന്റെ എന്ത് ചോദിച്ചാലും ഒരു ആപ്ലിക്കേഷൻ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി എഴുതാം. അപ്പൊ അത് ജസ്റ്റ് ഏതെങ്കിലും അതിന്റെ ഒരു പോയിന്റ് പഠിച്ചിട്ട് അതങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ട് എഴുതിയാൽ മതി. അപ്പൊ അതൊക്കെ കോമൺ ആയിട്ടുള്ള സംഭവം. പ്രോപ്പർട്ടി ആണെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞ സൈസ് ആണെങ്കിൽ എല്ലാം നമ്മൾ പഠിക്കുന്നത് നാനോ പാർട്ടിക്കിൾ തന്നെ പഠിക്കുന്നത്. അപ്പൊ നാനോ പാർട്ടിക്കിൾ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടിയാണ് ഈ സർഫസ് പ്ലാസ്മ റെസൊണൻസ് വരുന്നത്, ക്വാണ്ടം കൺഫൈൻമെന്റ്, അതിന്റെ സർഫസ് ഏരിയ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതെല്ലാം അതും നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജുമായിട്ട് എഴുതാം. ഇപ്പൊ ലാർജ് സർഫസ് ഏരിയ ഉള്ളതുകൊണ്ട് എന്താ ഗുണം, എന്താ അവർക്ക് വരിക, കൂടുതൽ റിയാക്ഷൻസ് നടക്കും അല്ലെ, സർഫസിൽ കൂടുതൽ റിയാക്ഷൻസ് നടക്കും. അപ്പൊ പിന്നെ കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ കാറ്റലിസ്റ്റിനെ എൻഹാൻസ് ചെയ്യും, അതായത് റിയാക്ഷൻസ് സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ കുറച്ച് കോമൺ സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ആൻസർ നമ്മൾ അതിന്റെ ഒക്കെ പഠിച്ചു വെക്കുക. മനസ്സിലായോ? കോമൺ ആയിട്ട് വരുന്ന സംഭവത്തിന്റെ ആൻസേഴ്സ് പഠിച്ചു വെച്ചിട്ട് ഇപ്പൊ ഏതാണോ നമ്മളോട് ചോദിക്കുന്നത് അതിനകത്ത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് എഴുതി പോയാൽ മതി. പിന്നെ ഡിഫറൻസ് വരുന്നത് ആകെ സിന്തസിസ്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മൾ അടുത്ത് ഈ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസിന്റെ സിന്തസിസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ അതിനകത്ത് ഇവര് യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കോപ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റിൽ നമ്മൾ പഠിച്ചത് ഏതാ, കാർബൺ ഡോട്ട്സ്. അതിനകത്ത് ഏത് മെത്തേഡായിരുന്നു യൂസ് ചെയ്തേ? കാർബൺ ഡോട്ടിനകത്ത് എന്തോ കാർബൺ ഡോട്ടിന്റെ മെത്തേഡാ സിന്തസിസ്, ഹൈഡ്രോതെർമൽ. അത് തന്നെ പിന്നെയും ഒരിടത്ത് റിപ്പീറ്റ് ആവുന്നുണ്ട്. അതായത് എനിക്ക് മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് അടുത്ത പോർഷനകത്ത് അവരുടെ സിന്തസിസിനകത്ത് യൂസ് ചെയ്യുന്നതും ആ സെയിം മെത്തേഡാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. നമ്മൾ കാർബൺ ഡോട്ട്സിനകത്ത് എന്തായിരുന്നു നമുക്ക് വേണ്ട, കാർബൺ സോഴ്സ് വേണം. പക്ഷെ ഇതിനകത്ത് കാർബണിന്റെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ആ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അപ്പൊ സിന്തസിസ് എല്ലാത്തിന്റെയും വ്യത്യാസമാണ്. മീൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ടോപ്പ് ഡൗണും ബോട്ടം അപ്പ് അപ്രോച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് തന്നെ നമ്മൾ പല ക്ലാസിഫിക്കേഷൻസ് സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നു. അങ്ങനെ അപ്പൊ ഓരോ പ്രിപ്പറേഷനും ഓരോ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ സിന്തസിസ്. അപ്പൊ സിന്തസിസിനകത്ത് ഇതിനകത്ത് പറയുന്നുണ്ട് പല മെത്തേഡ്സുകളുടെ പേരുകൾ പറയുന്നുണ്ട്. കോപ്രസിപ്പിറ്റേഷൻ, മൈക്രോ എമൽഷൻ, തെർമൽ ഡീകമ്പോസിഷൻ. അപ്പൊ ഇങ്ങനത്തെ കുറേ സെറ്റ് ഓഫ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസിനെ സിന്തസൈസ് ചെയ്യാൻ. പക്ഷെ നമ്മൾ ഇവിടെ ഒരു മെത്തേഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കോപ്രസിപ്പിറ്റേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് പഠിക്കുന്നത്. അപ്പൊ കോ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേ നമുക്കറിയാം എന്തായാലും നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്ന എന്ത് ഫോമിലായിരിക്കും? പ്രസിപ്പിറ്റേറ്റ് ഫോമിലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ദാറ്റ് ഇസ് വാട്ട് ദാറ്റ് നെയിം സജസ്റ്റ്, കോ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോ അതെ, പ്രസിപ്പിറ്റേറ്റ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ നാനോ പാർട്ടിക്കിൾസ് ഫോം ആയി. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്നത്, അപ്പൊ ഈ ഒരു പ്രോസസ്സിനകത്ത് 2 or more metal salts are precipitated together to form എന്താ? മിക്സ്ഡ് മെറ്റൽ നാനോ പാർട്ടിക്കിൾസ്. അവിടെ ഒന്നിൽ കൂടുതൽ അല്ലെ രണ്ടിൽ കൂടുതൽ മെറ്റൽ സോൾട്സ് പ്രസിപ്പിറ്റേറ്റ് ആയി അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടുന്ന ഒരു മിക്സ്ഡ് മെറ്റൽ നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതാണ് കോ പ്രസിപ്പിറ്റേഷൻ ഡെഫിനിഷൻ. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജുകൾ എന്ന് പറയുന്നത് എന്താ? അത് ഭയങ്കര സിമ്പിൾ, കൺവീനിയന്റ് ആൻഡ് ലോ കോസ്റ്റ് മെത്തേഡ് ആണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ കാർബൺ ഡോട്ട്സ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെയും അത് സിമ്പിൾ ആണ്, കോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് ആണ്. അങ്ങനെ അതിന്റെ അപ്പൊ ഏകദേശം ഇപ്പൊ ആ ഒരു മെത്തേഡിനും അഡ്വാൻറ്റേജ് ഉണ്ട്, ഈ മെത്തേഡിനും സെയിം അഡ്വാൻറ്റേജസ് ആണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ചില പോയിന്റ്സുകൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ പോയിന്റ്സ് കുറച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇതിന്റെ തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ലാർജ് സ്കെയിലിൽ നമുക്ക് അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ലെസ് ഹാംഫുൾ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ, ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസിന് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിന്റെ പ്രോസസ്സ് വരുന്നത് ഒത്തിരി വലിയ പ്രോസസ്സുകൾ, സിമ്പിൾ പ്രോസസ്സുകളാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെറ്റൽ സോൾട്സ് നമ്മൾ ഏതെങ്കിലും സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുക. അപ്പൊ ഈ എല്ലാ മെത്തേഡ്സ് എടുക്കുകയാണെങ്കിലും ഒരു സോൾവെന്റ് കോമൺ ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സോൾവെന്റ് യൂസ് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞതിനകത്ത് നമ്മൾ യൂസ് ചെയ്തത് എന്തായിരുന്നു? ഡീഅയണൈസ്ഡ് വാട്ടർ. അപ്പൊ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഇതിന് ചേർന്ന ഏതൊരു സ്യൂട്ടബിൾ സോൾവെന്റ് ആയിരിക്കും നമ്മൾ എടുക്കുക. പിന്നെ ഇതിനകത്ത് വേണ്ടുന്ന ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് വേണം. കാരണം നമുക്ക് ഇപ്പൊ അത് പേരിനകത്ത് പറയുന്നത് കോ പ്രസിപ്പിറ്റേഷൻ എന്നുള്ള രീതിയിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം നമുക്ക്, അല്ലെ? പ്രസിപ്പിറ്റേറ്റ് ചെയ്താലേ നമുക്ക് ഈ പാർട്ടിക്കിൾസ് ഫോം ആകത്തുള്ളൂ. അപ്പൊ നമുക്കൊരു പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് വേണം. അപ്പൊ ഇതിനകത്ത് നമുക്ക് NaOH ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ആകും. അതിന്റെ അർത്ഥം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത മെറ്റൽ നാനോ പാർട്ടിക്കിൾസിന്റെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്ത് അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഈ നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഈ കൊടുത്തേക്കുന്നത് മാംഗനീസ് ഫെറൈറ്റ്. നമുക്ക് മാംഗനീസ് ഫെറൈറ്റ് ആണ് വേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ഫെറിക് ക്ലോറൈഡും മാംഗനീസ് ക്ലോറൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ NaOH പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അതിന്റെ നാനോ ക്രിസ്റ്റൽസ് ആണ് നമുക്ക് ഫോം ആവുന്നത്. മനസ്സിലായോ? ഓക്കെ, ഓക്കെ. സോ അതാണ് അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. എന്തോ ആപ്ലിക്കേഷൻ ഒന്നും കൂടെ പറയാനോ? ആപ്ലിക്കേഷൻ നമ്മൾ അങ്ങോട്ടേക്ക് കടന്നില്ലല്ലോ. ഓക്കെ, ആപ്ലിക്കേഷൻ കൂടെ ഉള്ളു. ഓക്കെ. പിന്നെ വരുന്നത് നമ്മൾ ഇത് സിന്തസൈസ് ചെയ്യുമ്പോൾ ചില ഫാക്ടേഴ്സ് അവരെ അഫക്റ്റ് ചെയ്യും. നോർമൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് pH, അതായത് സൊല്യൂഷന്റെ pH അതിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ ടൈപ്പ് ആൻഡ് കോൺസെൻട്രേഷൻ, പിന്നെ റിയാക്ഷൻ ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് ദ സോൾട്ട്, ഇതൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ അത് സിന്തസിസിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് വരുന്നത്. പിന്നെ അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സൈസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സൈസ് അല്ലെങ്കിൽ ഷേപ്പിനെ നമുക്ക് കുറച്ച് പ്രിസൈസ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പൊ അത് ആക്ച്വലി ഒരു ലിമിറ്റേഷൻ, ഈ ഒരു മെത്തേഡിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്.
അപ്പൊ അതാണ് ഈ ലാസ്റ്റ് സെന്റൻസ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദ ഷേപ്പ് ഓഫ് നാനോ പാർട്ടിക്കിൾസ് ത്രൂ കോ പ്രസിപ്പിറ്റേഷൻ. അത് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ സൈഡിൽ എഴുതി ലിമിറ്റേഷൻ. ഇപ്പൊ ഏതെങ്കിലും ഒരു ലിമിറ്റേഷൻ ഇതിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാലോ. അതാണ് ഈ ഫിഗറിനകത്ത് കാണിച്ചേക്കുന്നത്. ആ ഒരു എന്താ സിന്തസിസ് ആണ് കാണിച്ചേക്കുന്നത്. ആപ്ലിക്കേഷൻ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്ന സംഭവമാണ്. ഡ്രഗ് ഡെലിവറി ഉണ്ട്, മാഗ്നറ്റിക് ഹൈപ്പർതേർമിയ. അതായത് നമ്മൾ എന്താ അല്ല ഇത് കണ്ടോ, ഈ ടെക്സ്റ്റിനകത്ത് ഇത്രയും പോയിന്റ് ആയിട്ടല്ലേ കൊടുത്തേക്കുന്നത്, അത് ഇങ്ങനെ തന്നെ എഴുതണം. ഇതിലും ഇനി ചെറുതാക്കാൻ പറ്റില്ല, ഓൾറെഡി 1 ലൈൻ ആയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. എന്ന് വെച്ച് ഞാനിപ്പോ ഇതിങ്ങനെ തന്നെ എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ഇസും വാസും അതുപോലെ അങ്ങനെ എഴുതണമെന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. അതെ, ഇപ്പൊ ഇതുണ്ടോ, ഇപ്പൊ ആപ്ലിക്കേഷൻസ് ഓഫ് മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ്. അപ്പൊ ഇതിനകത്ത് മെഡിക്കൽ ഫീൽഡിൽ, അതായത് ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻ, അതെന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? മെഡിക്കൽ ഫീൽഡിൽ ഇതിന് കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാ മെഡിക്കൽ ഫീൽഡിൽ എന്ന് പറയുമ്പോൾ വാസ്റ്റ് ആയിട്ടുള്ള ഫീൽഡാ അല്ലെ. അപ്പൊ അതിനകത്ത് പല സെക്ഷൻസും ഉണ്ട്. അപ്പൊ അതിനകത്ത് പല സെക്ഷൻസിനകത്തും പല രീതിയിലായിരിക്കും അതിന്റെ യൂസ്ഫുൾനെസ് വരുന്നത്. ഇപ്പൊ അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് എന്താ? ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി, മാഗ്നറ്റിക് ഹൈപ്പർതേർമിയ. ഈ മാഗ്നറ്റിക് ഹൈപ്പർതേർമിയ കാർബൺ ഡോട്ട്സിന്റെ ആപ്ലിക്കേഷനകത്ത് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. അതെന്തുകൊണ്ടാ ഇതിനകത്ത് എഴുതിയേക്കുന്നത്? കാരണം മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് അല്ലേ, അപ്പൊ അവര് മാഗ്നറ്റിസം കാണിക്കത്തില്ലേ? അപ്പൊ ഈ എന്തോ ഇല്ല, കാർബൺ ഡോട്ട്സിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുക. അപ്പൊ അത് കൊടുക്കുമ്പോൾ അത് അട്രാക്ട് ചെയ്യും, മീൻസ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അലൈൻ ചെയ്ത് അത് അട്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അവര് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇപ്പൊ ഞാനൊരു നാനോ പാർട്ടിക്കിൾ സിന്തസൈസ് ചെയ്ത്, ഇപ്പൊ അയണോ നിക്കല് അങ്ങനത്തെ ആണെങ്കിൽ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഓട്ടോമാറ്റിക്കലി ആ നാനോ പാർട്ടിക്കിളിന് ഒരു മാഗ്നറ്റിക് ബിഹേവിയർ അവർ കാണിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഹീറ്റ് ഉപയോഗിച്ച് നമുക്ക് സെൽസ്, അതായത് ഹാംഫുൾ സെൽസിനെ കിൽ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ അതിനെയാണ് ഈ മാഗ്നറ്റിക് ഹൈപ്പർതേർമിയ എന്ന് പറയുന്നത്. പക്ഷെ അതിപ്പോ കാർബൺ ഡോട്ട്സിന്റെ ആപ്ലിക്കേഷനെ കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി എന്നുള്ളത് രണ്ടുപേരും കോമണാ. ഇപ്പൊ ക്വാണ്ടം ഡോട്ട്സ് എടുത്താലും ഉണ്ട്, കാർബൺ ഡോട്ട്സ് എടുത്താലും ഉണ്ട്, ഈ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് എടുത്താലും ഉണ്ട്. അപ്പോൾ ഈ മൂന്നിനകത്തും കോമൺ ആയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ എഴുതാം, ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി. ഓക്കെ, പക്ഷേങ്കിൽ ഇത് കണ്ടോ, ഈ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറിക്കകത്ത് അവരുടെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ആ എക്സ്പ്ലനേഷനകത്ത് മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസിനെ പറ്റി മാത്രമാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്ത് മാത്രമേ ഇപ്പൊ കാർബണിന്റെ എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്വാണ്ടം അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നമുക്ക് ഹെഡിങ്സ് നമുക്ക് എല്ലാവർക്കും സെയിം ആയിട്ട് എഴുതാം. പക്ഷെ എനിക്ക് കൊണ്ട് ഈ മാഗ്നറ്റിക് ഹൈപ്പർതേർമിയ എന്നുള്ള ഹെഡിങ് കൊണ്ട് ക്വാണ്ടത്തിനകത്തോ കാർബണിനകത്തോ കൊണ്ട് എഴുതാൻ പറ്റില്ല. ഇപ്പൊ MRI കോൺട്രാസ്റ്റിനായിട്ട് എനിക്ക് എഴുതാം, കാരണം അത് എനിക്കൊന്ന് രണ്ടിനും കാർബണിനും ക്വാണ്ടത്തിനും എനിക്കൊന്ന് ആപ്ലിക്കേഷൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബയോസെൻസിങ്ങും ഉണ്ട്, അതൊക്കെ കോമണാ. നമുക്ക് അങ്ങനെ ഹെഡിങ് ഒക്കെ കോമൺ ആയിട്ട് എഴുതാം. പക്ഷെ അതിനകത്തുള്ള ഈ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ MRI കോൺട്രാസ്റ്റ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇമേജ് കുറച്ചും കൂടെ ഷാർപ്പും വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ ഈ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസിനെ കോൺട്രാസ്റ്റ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്താൽ. പിന്നെ ബയോസെൻസിങ്ങിന് യൂസ് ചെയ്യാം. പിന്നെ സെൽ സെപ്പറേഷൻ ഞാൻ എനിക്ക് കറക്റ്റ് ഓർമ്മയിട്ടില്ല, ഏതോ ഒരെണ്ണത്തിനകത്ത് ഈ സെൽ സെപ്പറേഷൻ പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷെ അത് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സെൽ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നാനോ പാർട്ടിക്കിൾസിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് അനാലിസിസിനൊക്കെ കുറച്ചും കൂടെ സ്റ്റഡി ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഏതിനകത്താ വരുന്നതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, എന്തോ അന്ന് ചിലപ്പോ അതായിരിക്കും. പിന്നെ വരുന്നത് എൻവയറമെന്റൽ ആപ്ലിക്കേഷൻസ്. ഇപ്പൊ നമ്മൾ ഇത്രയും നോക്കിയത് ബയോമെഡിക്കൽ ആയിരുന്നു. ഇനി എൻവയറമെന്റൽ ആപ്ലിക്കേഷൻ വരുന്നത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിലും പൊല്യൂട്ടന്റ് റെമഡിയേഷനുമാണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. അതിനെന്ന് പറയുമ്പോൾ കാറ്റലിസ്റ്റും ഡേറ്റ സ്റ്റോറേജ്, മാഗ്നറ്റിക് സെപ്പറേഷൻ അങ്ങനെ വരുന്നത്. പിന്നെ അതർ ആപ്ലിക്കേഷൻസ് സെൻസിങ്. ഈ സെൻസിങ് തന്നെ സെയിം സാധനം തന്നെ. ഈ ബയോ സെൻസേഴ്സും മറ്റ് സെൻസിങ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയായിട്ടാണ് വരുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയാണ് മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസിനെ പറ്റിയിട്ടുള്ളത്. അപ്പൊ അത്രയും മനസ്സിലായോ? അല്ലടാ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസിനെ പറ്റിയിട്ട് അതിന്റെ സിന്തസിസും ആപ്ലിക്കേഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഹെഡിങ് മാത്രം എഴുതരുത് കേട്ടോ. ഏതിന്റെ? അതാ പറഞ്ഞ ആപ്ലിക്കേഷന്റെ കേസിൽ ഹെഡിങ് ഇപ്പൊ ഇതിനകത്തെല്ലാം ആപ്ലിക്കേഷൻ ഹെഡിങ് എഴുതിയിട്ട് അതിന് ജസ്റ്റ് ഒരു 1 ലൈൻ എക്സ്പ്ലനേഷൻസ് അല്ലേ കൊടുത്തേക്കുന്നേ. അപ്പൊ ആ എക്സ്പ്ലനേഷൻ കാണാതെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതിന്റെ നോട്ട് തരാത്തത്. കാരണം ഓൾറെഡി ടെക്സ്റ്റിൽ എല്ലാം പോയിന്റ് വൈസ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിനെല്ലാം 1 ലൈൻ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ സെയിം സാധനം തന്നെയല്ലേ നോട്ടിൽ റിപ്പീറ്റ് ചെയ്യേണ്ട വരിക. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, എല്ലാം കൂടിയിട്ട് ഒരു റിവിഷൻ നോട്ട് പോലെ ഞാൻ സെറ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പൊ എന്നിട്ട് അശ്വിൻ അത് നോക്കിയിട്ട് പറ, അത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് അത് റിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ അശ്വിനോട് ചോദിക്കാം ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ സിന്തസിസിന്റെ മെത്തേഡ് ഏതാ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാർബണിനകത്ത് ഏത് മെത്തേഡാ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ റിവിഷൻ നോട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. ഇച്ചിരി എനിക്ക് സമയം എടുക്കും കേട്ടോ, കാരണം എല്ലാം നോക്കിയിട്ട് ചെയ്യണ്ടേ. അടുത്തത് വരുന്നത് മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് ആണ് വരുന്നത്. അപ്പോ അതുകൊണ്ട് അത് 10:15 തീരില്ലാന്ന് തോന്നുന്നു. നോക്കട്ടെ. അപ്പോ അടുത്തത് വരുന്നത് മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ്. ബോർ അടിക്കുന്നുണ്ടോ? ഓക്കെ. പക്ഷെ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഓക്കെ. അശ്വിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓ, ഒറ്റമോനാണോ? ഓക്കെ. അമ്മ എവിടെ വർക്ക് ചെയ്യുന്നത്? അമ്മ ഒരു കമ്പനിയില് സ്കൂട്ടറിന്റെ. ഓക്കെ. എവിടെയാ? ഓക്കെ. അച്ഛന് ജോലിയില്ല, ആക്സിഡന്റ് ആയിരുന്നു. ഓക്കെ. എത്ര നാളായി? 2018. അതിനകത്ത് ബന്ധപ്പെട്ട് ഒക്കെ വന്നായിരുന്നു. എന്തോ അതിൽ ബന്ധപ്പെട്ട്? ഓക്കെ. അപ്പൊ ഇപ്പൊ ഫുൾ ബെഡ് റെസ്റ്റ് ആണോ? ഓക്കെ. അശ്വിന്റെ വീട് തിരുവല്ല തന്നെയല്ലേ? കായംകുളത്താണോ വീട്? ഓക്കെ.
അപ്പൊ നിങ്ങളിപ്പോ ക്ലാസ്സിലാകെ 2 പേരേ ഉള്ളല്ലേ? കോളേജിൽ ഞാൻ വേറെ വിളിച്ചു, അറിയില്ല. എന്തോ? കോളേജില് ഞാൻ വേറെ കുട്ടിയുള്ളൂ. ഓക്കെ. അപ്പൊ പിന്നെ ഈ ക്ലാസ്സിൽ പോയിട്ട് ഇപ്പൊ എന്താ ചെയ്യാ അപ്പൊ ശരിക്കും? നമുക്ക് ക്ലാസ് എടുക്കാറില്ല, അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ഓക്കെ. കൊടുക്കാനായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടൊക്കെ. ഇപ്പൊ ഫുള്ള് ബോറാണല്ലോ. അപ്പൊ ഒരു കോളേജ് ലൈഫ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. അയ്യോ. ഇത് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എന്താ? എന്താകാനാ ഇഷ്ടം? എന്തിനു പോവാനാ? ഓക്കെ, ഇങ്ങനെ PSC ഒക്കെ എഴുതി ചെയ്യാനോ? അതെ. ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നീ PSC കോച്ചിങ്ങിന് പോവാനാണോ? എന്റെ അമ്മേ, PGയോ? അയ്യോ, ഓർമ്മിക്കലേ. എന്റെ മോനെ, PG എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ നിങ്ങളിപ്പോ എനിക്കൊന്ന് ഇപ്പൊ പുതിയ ഇതായതുകൊണ്ട് PG എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല, എത്ര വർഷമാണെന്നുള്ളത് അറിയില്ല. അതെ, എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ എന്റേതാണെങ്കി അത്യാവശ്യം കഷ്ടപ്പാടാ. ഞാൻ പ്യൂർ ആയിരുന്നു. ഓക്കെ. അപ്പോ ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് പോവാം. ഇപ്പൊ മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ്, ഇപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഞാൻ ഇത് റഫായിട്ട് ഞാൻ പറയും. അപ്പൊ ഇന്നത്തെ അശ്വിന്റെ അസൈൻമെന്റ് ആണ് ഇത് ഫുള്ള് വായിച്ച് മനസ്സിലാക്കിയിട്ട് നാളെ എന്നെ പഠിപ്പിക്കും അശ്വിൻ. ഓക്കെ. ഈ മെറ്റൽ നാനോ പാർട്ടിക്കിൾസിന്റെ പോർഷൻ, അതായത് അശ്വിൻ എന്താണോ മനസ്സിലായത് അത് എന്നെ പറഞ്ഞേൽപ്പിക്കും അതെന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു മൊഡ്യൂൾ അങ്ങ് കഴിയും. അപ്പൊ ഈ മൊഡ്യൂൾ ഏറ്റവും ലാസ്റ്റ് എന്തോ അല്ല, ഞാൻ നോക്കട്ടെ, 10:15 വരെ സമയല്ലേ, മാക്സിമം പറയാന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞു. അപ്പോ മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും അവര് മെറ്റലും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും ഇതിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വരുന്നത്. അപ്പൊ ഇത് ഏകദേശം റേഞ്ച് എന്ന് പറയുമ്പോൾ 1 to 100 തന്നെയായിരിക്കും അവരുടെ റേഞ്ചസ് വരിക. എന്നിട്ട് ഇവർക്ക് സെയിം നമ്മൾ യൂഷ്വലി പറയുന്ന പ്രോപ്പർട്ടീസ് തന്നെ, അതായത് ലാർജ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ വരും. അപ്പോൾ യൂണിക് ഫിസിക്കൽ കെമിക്കൽ പല പ്രോപ്പർട്ടീസ് അവർക്ക് കാണും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ജനറൽ എക്സാമ്പിൾസ് ആണ് പറഞ്ഞേക്കുന്നത്. ടൈറ്റാനിയം ഡയോക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, അയൺ ഓക്സൈഡ്, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ്. അതായത് ഓക്സൈഡ് കൂട്ടി വരുന്നതെല്ലാം ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ. പിന്നെ എന്താ, ഇവര് കുറേം കൂടെ റിയാക്റ്റീവ് ആയിരിക്കും, സ്ട്രോങ്ങർ ആയിരിക്കും. ഇതൊക്കെ എല്ലാം കോമൺ ആയിട്ട് ഉള്ള ഒരു പ്രോപ്പർട്ടീസ് അല്ലേ. സർഫസ് ഏരിയ കൂടുതൽ, ബൾക്കിനെക്കാട്ടിലും കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് ഈ ഒരു നാനോ പാർട്ടിക്കിൾസ് ആയിരിക്കും. കുറേം കൂടെ റിയാക്റ്റീവ് ആണ്, സ്ട്രോങ്ങർ ആണ്, സ്റ്റേബിൾ ആണ്. ഇതൊക്കെ ഇവരുടെ പ്രോപ്പർട്ടീസ് വരും. അതായത് ജനറൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും വരിക. ഓക്കെ. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് അവര് യൂസ്ഫുൾ ആകുന്ന ഏരിയ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റും, സെൻസർ, എനർജി സ്റ്റോറേജ്, എൻവയറമെന്റൽ ക്ലീനപ്പ്, ഈ ഒരു ഇതിലൊക്കെയാണ് അവരുടെ മെയിൻ അവര് യൂസ്ഫുൾ ആകുന്നത്. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ പ്രോപ്പർട്ടീസിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് ആ പ്രോപ്പർട്ടീസിനകത്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് യൂണീക് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് അവർ കാണിക്കും. അപ്പൊ ഈ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഒരു നാനോ പാർട്ടിക്കിൾ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ട്, സർഫസ് പ്ലാസ്മൻ റെസൊണൻസ് അവർ കാണിക്കുന്നുണ്ട് അല്ലേ. അതെന്താന്നുള്ളത് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുമുണ്ട്. അതേതോ ഒരിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ഏതിനകത്ത് എനിക്ക് ഓർമ്മിക്കുന്നു, ഈ നാനോ ട്യൂബ്സിനകത്താണോ എന്നൊരു സംശയം. അതിനകത്ത് ആ ഒരു പ്രോസസ്സ് എന്താന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ഇലക്ട്രോൺസ് ഫോൾ ചെയ്യുന്നു, നമ്മൾ ലൈറ്റ് അബ്സോർബ് ചെയ്തു, എക്സൈറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അത് തന്നെ.
അപ്പൊ അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി നമ്മൾ എന്താ പറഞ്ഞത്, അവരുടെ സ്ട്രെങ്ത്തും ഫ്ലെക്സിബിൾ, കുറച്ചും കൂടെ നല്ല ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ പറഞ്ഞു അത് നല്ല സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്, സ്റ്റേബിൾ ആണ് എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ വരുന്നത്. പിന്നെ ലാർജ് സർഫസ് ഏരിയ, അത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ലാർജ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഉള്ളത് കൊണ്ട് എന്ത് നടക്കും, അവിടെ കൂടുതൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും, അബ്സോർപ്ഷൻസ് നടക്കും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ വരുന്നത് ഈ മെറ്റൽ ഓക്സൈഡ്സ് അവരുടെ കോമ്പോസിഷൻ ബേസ് ചെയ്ത്, അതായത് എന്ത് ഓക്സൈഡ് ആണോ അവർക്കുള്ളത് അതനുസരിച്ചിട്ട് അവർ ഒന്നെങ്കിൽ ആസിഡിക് അല്ലെങ്കിൽ ബേസിക് പ്രോപ്പർട്ടീസ് അവർ കാണിക്കും. പിന്നെ അവർ കാണിക്കുന്നത് കണ്ടക്ടിവിറ്റി കാണിക്കും, പിന്നെ ക്വാണ്ടം കൺഫൈൻമെന്റ് ഇഫക്ട്സും ഇതൊക്കെ കാണിക്കും. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ നോർമലി ഒരു നാനോ പാർട്ടിക്കിൾസിന് പറയുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മൾ അടുത്ത് വരുന്നത് സിന്തസിസിലോട്ടാണ് വരുന്നത്. അപ്പൊ സിന്തസിസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് കോമൺ മെത്തേഡുകളുണ്ട്. അതായത് വെറ്റ് കെമിക്കൽ സിന്തസിസ്, ഗ്രീൻ സിന്തസിസും മെക്കാനോ കെമിക്കൽ അപ്രോച്ചസ്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഈ 3 മെത്തേഡ്സിൽ നമുക്ക് ഈ മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് നമുക്ക് സിന്തസൈസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് ഹെൽപ്ഫുൾ ആകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഹൈഡ്രോതെർമൽ സിന്തസിസ്. അപ്പൊ ഈ ഒരു സിന്തസിസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഏതിനാ? അതെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ, കൺഫ്യൂഷൻ ആകരുത്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിച്ചതിനകത്ത് കാർബൺ ഡോട്ട്സിനും മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസിനും സെയിം മെത്തേഡ് ഓഫ് സിന്തസിസ് ഏതാ? ഹൈഡ്രോതെർമൽ. പക്ഷെ വ്യത്യാസമുണ്ട്. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് മെറ്റീരിയലും അവിടുത്തെ പ്രൊസീജിയർ, അതായത് നമ്മൾ അവിടുത്തെ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പുകളൊന്നുമല്ല ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ വെറ്റ് കെമിക്കൽ സിന്തസിസിനകത്ത് പറയുന്നത് എന്താ, അതിനകത്ത് വരുന്ന ഒരു സിന്തസിസ് എന്ന് പറയുന്നത് സോൾജൽ മെത്തേഡാണ് അവിടെ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രീൻ സിന്തസിസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. അതായത് ഏതെങ്കിലും ഒരു പ്ലാന്റ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബയോ എക്സ്ട്രാക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതുവഴി സിന്തസൈസ് ചെയ്യാനാണ് ഗ്രീൻ സിന്തസിസ് എന്ന് പറയുന്നത്. പിന്നെ മെക്കാനോ കെമിക്കൽ എന്ന് പറയുന്നത് എന്തെങ്കിലും മെക്കാനിക് പ്രോസസ്സുകൾ യൂസ് ചെയ്തിട്ട് സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഹൈഡ്രോതെർമൽ സിന്തസിസ് നമുക്ക് നോക്കാം. അപ്പോൾ ഹൈഡ്രോതെർമൽ സിന്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് വാട്ടറും അല്ലെങ്കിൽ ഏതെങ്കിലും പോളാർ ഓർഗാനിക് സോൾവെന്റ്സ് ആണ് നമ്മൾ സോൾവെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ ഇത് റിയാക്ഷൻ നടക്കുന്ന, നമ്മൾ മറ്റേതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ ഹൈഡ്രോതെർമൽ റിയാക്ഷൻ ഒരു ഓട്ടോക്ലേവിനകത്തല്ലായിരുന്നു നടന്നേ. അതായത് ആ ഓട്ടോക്ലേവ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓട്ടോക്ലേവ് ആണ്. അപ്പൊ നമ്മൾ അവിടെ ഹൈ ടെമ്പറേച്ചർ കൊടുത്തു. അപ്പൊ ആ ടെമ്പറേച്ചർ കൂൾ ഡൗൺ ചെയ്ത് പിന്നെ അത് ക്രിസ്റ്റലായി പ്യൂരിഫൈ ചെയ്തു. അങ്ങനെ ആയിരുന്നല്ലോ അതിന്റെ പ്രോസസ്സുകൾ നടന്നേ. അപ്പൊ ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഇവിടെ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിനകത്തായിരിക്കും അതിന്റെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ആ കണ്ടെയ്നറിനകത്ത് നമ്മൾ ഹൈ പ്രഷർ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെന്റ്, ആ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനെക്കാട്ടിലും കൂടുതൽ പ്രഷർ ആയിരിക്കും നമ്മൾ അതിനകത്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ എന്താ മതി, ഞാൻ ഇത് ഞാൻ ഷോർട്ട് ആക്കി ഞാൻ തരാം. അതായത് ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കേട്ടോ. അപ്പൊ ഹൈ പ്രഷർ, അപ്പൊ ഈ കണ്ടെയ്നറിനകത്ത് എന്താ ഭയങ്കര ഹൈ പ്രഷറിലായിരിക്കും നിൽക്കുക. അപ്പൊ ഹൈ പ്രഷർ ഉള്ളത് കൊണ്ട് ഈ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് കുറയും. എന്നിട്ട് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന എടുക്കുന്ന സ്റ്റാർട്ടിങ് മെറ്റീരിയൽസും ഈ സോൾവെന്റുമായിട്ട് സോളിബിലിറ്റി കൂട്ടും. അപ്പൊ അങ്ങനെ അവിടെ ഒരു ക്രിസ്റ്റൽ ഗ്രോത്ത് ആയിരിക്കും ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് ആക്ച്വലി ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സ്. ഇതിനകത്ത് എന്താണ് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്നുള്ളതില്ല. ഇതിനകത്ത് ഇപ്പൊ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കാണ്. ഇപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തു, സ്റ്റിർ ചെയ്ത് അൾട്രാസോണിക് ആയിട്ട്, അതായത് ഓട്ടോക്ലേവിനകത്ത് വെച്ചു.
എന്നിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വാഷ് ചെയ്ത് വാഷിംഗ് വിത്ത് എത്തനോൾ വെച്ചാണ് വാഷ് ചെയ്തത്. എന്നിട്ട് നമുക്ക് എന്തായിട്ട് കിട്ടി? സിങ്ക് ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് കിട്ടി. ഓക്കെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാല് ഇതങ്ങ് എഴുതിയാണ് എന്നുവെച്ചാൽ വരയ്ക്കാനല്ല, ഇതിന്റെ മേളില് എക്സാമ്പിൾ കൊടുത്തിട്ടില്ലേ, ഇതാണ്ട് ഈ സാധനം സിങ്ക് NO3 ട്വൈസ് സംഭവം പ്ലസ് NaOH അങ്ങനെ കൊടുത്താൽ മതി. കൊടുത്ത് സ്റ്റിർ ചെയ്ത് നമ്മൾ ഓട്ടോക്ലേവിൽ വെച്ചു. എന്നിട്ട് ദിസ് വാസ് ഫിൽറ്റേർഡ് വാഷ്ഡ് വിത്ത് എത്തനോൾ. കൊടുത്തേക്കുന്നത് ജനറലി ആ അതെ. മനസ്സിലായോ? അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ സിന്തസിസ് പറഞ്ഞത്. അതായത് അതിനകത്ത് നടക്കുന്ന സംഭവം, അതായത് എങ്ങനെയാ ഇതിനകത്ത് വർക്കിംഗ് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഇങ്ങനത്തെ ലാസ്റ്റിൽ കൊടുത്തേക്കുന്ന ചില എക്സാമ്പിൾസ്, അതായത് ടൈറ്റാനിയം ഓക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്, അയൺ ഓക്സൈഡ്, ഇങ്ങനത്തെ ഇതൊക്കെ ഈ സിങ്ക് ഓക്സൈഡ്, അലുമിനിയം ഡയോക്സൈഡ്, ഈ എല്ലാ നാനോ പാർട്ടിക്കിൾസും ഈ മീൻസ് ഇതൊക്കെ എക്സാമ്പിൾസ് ആട്ടോ. മീൻസ് ഇതൊക്കെ നമുക്ക് ഈ ഹൈഡ്രോതെർമൽ സിന്തസിസ് വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ വരുന്നത് ഈ സോൾ ജെൽ സിന്തസിസ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോൾ ജെൽ സിന്തസിസ് ആ സെയിം സംഭവം തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻസ്. അത് അശ്വിന്റെ ഹോംവർക്ക്, സോറി അസൈൻമെന്റ്. അത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞിരുന്നു എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, എന്തോ ഇതാന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത ക്ലാസ് എന്റെ എപ്പോഴാണോ അത് മിക്കവാറും എനിക്കത് മറ്റന്നാളായിരിക്കും വരിക. അപ്പോ അന്ന് അശ്വിൻ ഇത് ഫുള്ള് ഫുള്ള് വേണ്ട, അതായത് മറ്റേ ഇന്റേണൽ പോർഷൻസ് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, എനിക്കൊന്ന് കാർബൺ നാനോ ട്യൂബ്സിന് തൊട്ടുള്ളത്, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഈ കാർബൺ ഡോട്ട്സും ഇന്ന് പഠിപ്പിച്ച പോർഷനും നോക്കിയിട്ട് വരാം. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് ഇല്ലേ, അതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കിയിട്ട് വരാം. ഓക്കെ, എന്നിട്ട് അശ്വിന് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ട് പറയാം, എന്നിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇതിപ്പോ അശ്വിന് ജസ്റ്റ് വായിച്ച് മനസ്സിലാവുന്നതേ ഉള്ളൂ. മനസ്സിലാവാത്തത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നോട് ചോദിക്കണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ കഴിഞ്ഞ ദിവസത്തെ ഇതിടും, വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതും കൂടെ കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.